Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. ഇത് കണ്ടോ എത്ര ഫ്രഷ് ആണിത്. ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. ആന്റി സോർദാർ മോനെ, നീയായിരുന്നോ? സുഖമാണോ ആന്റി? എനിക്ക് സുഖം തന്നെ മോനെ. അല്ല, ഇവരൊക്കെ ആരാണ്? സോർദാറിന്റെ അനിയന്മാരാ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സോർദാർ, ഞാൻ നിന്നെ പിന്നീട് വന്ന് കണ്ടോളാം. ഇപ്പൊ ഒരു അല്പം ധൃതിയുണ്ട്. എന്താ ആന്റി, എന്ത് പറ്റി? മോനെ, നിന്റെ അങ്കിളിന്റെ അച്ഛന് ഒട്ടും സുഖമില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോണം. നിന്റെ രണ്ടാമത്തെ ആന്റിയുടെ വീട്ടിലേക്ക് ഞാൻ ഇവരെ ഏൽപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പക്ഷെ ആന്റി, ഇവരെ അവിടെ എന്തിനാക്കുന്നത്? ഇവര് കുഞ്ഞു കുട്ടികളല്ലേ, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാ പിന്നെ ഞങ്ങൾക്ക് തന്നേക്ക് ഇവരെ. അത് പിന്നെ വേട ആന്റിയുടെ മകൾക്കും കുട്ടികളുണ്ട്. ആന്റിയുടെ മകൾ ഇവരെ നന്നായിട്ട് നോക്കിക്കോളും. ഞങ്ങൾ നന്നായി നോക്കിക്കോളാം. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സംശയമുണ്ടോ? പെട്ടെന്ന് തീരുമാനിക്കൂ കുട്ടികളെ, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആന്റി പൊയ്ക്കോളൂ, ഞങ്ങൾ ഇവരെ ബേബി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ആക്കിക്കൊള്ളാം. നിനക്കെന്താ സോൾദാറെ, ഇനി നമ്മൾ ഇവരെ അവിടെ കൊണ്ടാക്കണം, എന്നിട്ട് ആന്റി ഇവരെ അവിടെ പോയി എടുക്കണം. എന്തിനാ വെറുതെ? ഇവര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രോബ്ലം ഇല്ല. ആന്റി പൊയ്ക്കോ. ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു. സംശയമുണ്ടോ? ഒരു സംശയമില്ല മോനെ, നല്ല കാര്യമാണ്. താങ്ക് യു. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇനി ഒരു ഓട്ടോ പിടിക്കണം. നിങ്ങൾ എന്തായി ചെയ്തത്? എന്തിനാണ് ചെയ്തത്? എന്തിനാ ചെയ്തത്? ഇതിൽ ഏതിന്റെ ഉത്തരം ആദ്യം വേണ്ടത്? എടാ, രണ്ടിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ഇവരെ നമ്മുടെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. നീ എന്ത് വർത്താനാ സോർദാറ ഈ പറയുന്നേ? ഇത് നിന്റെ അനിയന്മാരല്ലേ? സംശയമുണ്ടോ? അതിലെന്താ സംശയം? ഇപ്പൊ ആന്റി പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത് സോർദാറിന്റെ അനിയന്മാര് തന്നെയാ. പക്ഷെ ഇവരെ നമ്മളെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഇവർക്ക് പറ്റിയത് ബേബി ചേച്ചിയുടെ വീടാണ്. അതെന്താ? ഇതാ കണ്ടില്ലേ ഇവർ വളരെ ചെറുതാണ്. ബേബി ചേച്ചിക്കും കുട്ടികളുണ്ടല്ലോ. ചേച്ചിക്ക് നന്നായിട്ട് അറിയാം കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. നമുക്ക് നോക്കാലോ സോർദാറെ, ഇതിനു മുമ്പ് നമ്മൾ കുട്ടികളെ നോക്കിയിട്ടുള്ളതല്ലേ. എടാ, ഇവർ വളരെ ചെറുതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവര് കുഞ്ഞുങ്ങളല്ലേ, പാലും ബ്രെഡും കൊടുക്കാം, അത് കഴിച്ചുറങ്ങിക്കോളും. പിടിക്കവരെ. പേടിക്കണ്ട, ഇപ്പൊ പിടിക്കാൻ ഞങ്ങളവരെ. മണി, ടെമ്പോ പോവുകയാണ്. ഹലോ, ടെമ്പോ നിർത്തൂ. രണ്ടെണ്ണത്തിനെ കാണാനില്ല. നിൽക്കുന്നു. അയ്യോ, ഇവരെ വേഗം തടയ്. നീ ഇവരെ നോക്ക്, ഞങ്ങൾ അവരെ നോക്കാം. നിൽക്കുന്നു. പിടിക്കവരെ. മോഷ്ടിക്കുന്നോ? അയ്യോ അങ്കളെ, ഇത് കളിപ്പാട്ടങ്ങളല്ല, ഞങ്ങളുടെ കൊച്ചനിയന്മാരാ.
ഓ സോറി. ആ വേഗം വാ, നമുക്ക് ഇവരെ ഇവരുടെ അനിയന്മാരുടെ അടുത്ത് എത്തിക്കാം. വാ. ദാ നിന്റെ അനിയന്മാരെ കിട്ടി. ഇവർ ഇനി എങ്ങോട്ടെങ്കിലും ഓടുന്നതിന് മുൻപ് നമുക്ക് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാം. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. സോർദാറെ, ഇവർക്ക് പാലും ബ്രെഡും കൊടുക്കാം. അവരത് കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഇവരെന്നെ സ്നേഹിച്ച് കൊല്ലുവാണ്. എടാ, അവര് നിന്നെ സ്നേഹിക്കുന്നതല്ല, നിന്റെ മുഖത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് നക്കിയെടുക്കുന്നതാ. സംശയമുണ്ടോ? ജോർദാറെ, ഇവർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട. അയ്യോ, ഇവരെ വേഗം തടയ്. ഹലോ മോനെ സോർദാർ, പറഞ്ഞോളൂ ആന്റി. കുട്ടികൾ എങ്ങനെയുണ്ട്? അവരെവിടെ എന്തെടുക്കുവാ? സോഫയിൽ തലകുത്തി മറിയുകയാണ്. സോഫയിൽ കളിക്കുക ആന്റി. തലകുത്തി മറിഞ്ഞ് സോഫയിൽ കളിക്കുക. ആന്റി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അത് ശരി, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ എത്തി. അകത്തേക്ക് പോവാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വേണ്ട, പുറത്തേക്ക് പോവണ്ട. ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയി. സംശയമുണ്ടോ? ഇന്നാണ് പറക്കലിന്റെ മഹത്വം ഞാൻ അറിഞ്ഞത്. തറയിലെങ്ങാനും ആയിരുന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കും പണി കിട്ടിയേനെ. സംശയമുണ്ടോ? പോപ്പട്ടെ, അവന്മാരെ വേഗം പിടിക്ക്. നിന്നോട് പറഞ്ഞത് അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. അയ്യോ, ഞാൻ കുലുങ്ങുവാണ്. ഭൂമിയും കുലുങ്ങുന്നുണ്ട്. ലോകം മൊത്തം കിടന്ന് കുലുങ്ങുവാണ്. നിക്കവിടെ, താഴേക്ക് വീഴും. പോപ്പട്ടെ, പിടിക്ക്. നമ്മൾ രണ്ടുപേര്, അവര് 3 പേരുണ്ട്. വല്ലാത്തൊരു ചതിയായി പോയി. സംശയമുണ്ടോ? വാവ്, ഇന്നത്തെ ഡിന്നറായി. വാവ്. എടാ, ഞങ്ങളുടെ അനിയന്മാരാടാ ഇത്. എന്തിടിയാ ഇടിക്കുന്നത്? എടാ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ കാലിൽ നിന്ന് വിട്ടിട്ടിടിക്കടാ. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് കളഞ്ഞു. അവനാ രക്ഷപ്പെട്ടത്, നമ്മളല്ല. വേഗം പോയി പിള്ളേരെ പിടിക്ക്. സോർദാർ മോനെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല ആന്റി. കുട്ടികൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ? അങ്ങനെ ഒന്നും ഇല്ല ആന്റി. എനിക്കറിയാമായിരുന്നു നീ അവരെ നന്നായിട്ട് നോക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ ടിലുവിനെ ഏൽപ്പിച്ചത്. അപ്പോഴാ കുട്ടികൾ മാർക്കറ്റിലേക്ക് ഓടിയത്. ടിലു വളരെ കെയർലെസ് ആണ്. ഞാൻ അവനെ ഒരുപാട് തല്ലി. മോനെ, ഒരു കാര്യം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോണ്ടിരിക്കുവാണ്. നേരെ വീട്ടിലേക്കാ വരുന്നത്. ലേറ്റ് ആയതുകൊണ്ടാ. ഇവരെ എത്രയും പെടുത്ത് പിടിക്കണം. ഹണിയും മണിയും പോപ്പട്ടെ എങ്ങോട്ട് പോയി? ഈ കുരുത്തം കെട്ടാനൊക്കെ ഏതെങ്കിലും മുറി പൂട്ടിയിടുക വേണ്ടത്. സംശയമുണ്ടോ?
ഹണി അവരിതാ വെള്ളത്തിൽ മുങ്ങി പോവുകയാണ്. ആരെയും ഇപ്പൊ രക്ഷിക്കേണ്ടത്? ഡബിലുള്ളതിനാണോ അതോ സ്വിമ്മിംഗ് പൂളിലുള്ളതിനാണോ? എടാ കഴുതേ, ആദ്യം ആ പൂളിലുള്ളതിനെ രക്ഷിക്കാം. നീ പോയി മറ്റുള്ളവനെ രക്ഷിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇവരെ ഞാൻ എന്തുകൊണ്ടാ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്? ആ അതെ, ഇടക്കിടക്ക് ഇങ്ങനെ പണി കിട്ടുന്നത് കൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായി കൂടി കുറച്ച് ചിന്തിക്കണം. സംശയമുണ്ടോ? ആഹാ, കൊള്ളാലോ. എന്റെ കുട്ടികളെ നിങ്ങൾ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ലല്ലേ? അയ്യോ, അത് വേറൊന്നും അല്ല. ഇത് ആ, ഇവർ സോർദാറിന്റെ അനിയന്മാരാണ്. പക്ഷെ നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്റെ കണ്ണ് നിറയുകയാണ്. ലേറ്റ് ആവാത്തത് നന്നായി, ഇല്ലെങ്കിൽ എനിക്കിത് കാണാൻ കഴിയില്ലായിരുന്നു. അങ്കിളുടെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? അസുഖത്തിന് കുറവൊന്നുമില്ല. ഇനി 7 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. ഞാൻ ഇമോഷണലി അവരോട് പറഞ്ഞുപോയി ഈ ദിവസങ്ങളിലെ ഭക്ഷണം ഞാൻ തരാമെന്ന്. പക്ഷെ കുട്ടികളുടെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ആ ടെൻഷനും പോയി കിട്ടി. 7 ദിവസം കുട്ടികളെ നിങ്ങൾ തന്നെ നോക്കിയാ മതി. നിങ്ങൾ നോക്കുമല്ലോ അല്ലേ? നോക്കാം. താങ്ക് യു. വരൂ കുട്ടികളെ, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നമ്മൾ എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാലും അതൊക്കെ ഇമോഷനിലൂടെ മൊത്തത്തിൽ കുളമായ ചരിത്രമേ ഉള്ളൂ. സംശയമുണ്ടോ?